As you may remember, we attempted an analysis of Mahabharata epic from the historical perspective, using certain tools delineating facts and fiction, identifying its very many virtues. I remember recommending you a few tasks at the end of this session, which I hope you would have been undertaken and done without much difficulty. Bhopal, the capital of Madhya Pradesh, is described as the city of lakes and one of the greenest cities of India. തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഭോപ്പാൽ ഇന്ത്യയിലെ ഏറ്റവും പരിസ്ഥിതി സൗഹൃദ നഗരങ്ങളിലൊന്നാണ്. ഈ ഭോപ്പാലാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനം. This is Shahjahan Begum. She is the author of many books, and by her administrative and architectural innovations, she occupies an important place in Indian history. She became the Begum of Bhopal after the death of her mother, Sikandar Begum, in 1868. You can see from the visual, the mother and the daughter. മാതാവായ സിക്കന്ദർ ബീഗത്തിൻ്റെ മരണത്തോടുകൂടി ഭോപ്പാൽ ഭരണാധികാരിയായ ഷാജഹാൻ ബീഗം അധികാരമേറ്റു. അനേക ഗ്രന്ഥങ്ങൾ രചിച്ച് തൻ ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടും നിർമ്മാണ രംഗത്തെ പുതിയ പുതിയ കാൽവെപ്പ് കൊണ്ടും ഇന്ത്യ ചരിത്രത്തിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അവർ. This is Sultan Jahan Begum, who is a personality who did remarkable works in the field of agriculture, health, administration, and she too authored many books, and she is the founding chancellor of Aligarh Muslim University, and she succeeded Shahjahan Begum. സ്ത്രീകളുടെ വക്താവെന്ന ചരിത്രം എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന നല്ല ഭരണകർത്താവ്, കൃഷി, ആരോഗ്യം, ഭരണം, വിദ്യാഭ്യാസം എന്നീ മേഖലയിലെ നിർണായക സംഭാവനകൾ നടത്തി അനേക ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വലിയ വ്യക്തിത്വം സുൽത്താൻ ജഹാൻ ബീഗം. തൻ്റെ മാതാവിൻ്റെ മരണശേഷം ഭോപ്പാലിൻ്റെ ഭരണാധികാരി അധികാരമേറ്റു. ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ഫൗണ്ടിംഗ് ചാൻസലർ ഓഫ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. കവിസന്യാസിമാർ ഒരു കാലഘട്ടത്തിലെ അർത്ഥശൂന്യമായ ആശയങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിന്തോദ്ദീപക ആശയങ്ങളായി ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചവരാണിവർ. കഠിനമായ ജാതി വ്യവസ്ഥ, ആരാധനകളിലെ സങ്കീർണമായ അനുഷ്ഠാനങ്ങൾ, കൂടുതൽ അർത്ഥപൂർണമായ ആരാധന, പുതിയ സമ്പ്രദായങ്ങളുടെ അല്ലെങ്കിൽ രീതികളുടെ ആവശ്യകത, മോക്ഷം ഇവയൊക്കെ ആവാം കവി സന്യാസിമാർക്ക് പ്രചോദനം നൽകിയത്. ഇന്ത്യയിൽ ഭക്തിപ്രസ്ഥാന വേദിയിലാണ് നാം ഇവരെ കാണുന്നത്. ദൈവത്തിന് മുൻപിലെ പൂർണ്ണമായ സമർപ്പണമാണ് പ്രധാന സന്ദേശം. കബീർ ദാസ്, whose origins still rooted in mystery, and as per legends, Kabir was born of a virgin mother. According to another legend, he was born in 1398 and brought up by Nehru and Nima. He grew up in the community of Jula, the poor and the ancient traditional weaving caste of the great city of Benares. And this Benares is now the premier source of silks throughout the world for centuries. Julas means a bowl of thread. These weavers were noted for their intricate designs and bold colors, and their products is branded even now. മതത്തിൻ്റെ പേരിൽ നടത്തുന്ന എല്ലാ അനുഷ്ഠാനങ്ങളുടെയും അർത്ഥത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു. അതിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു. തൻ്റെ ഉപനയന ദിവസം പുരോഹിതൻ പ്രാർത്ഥിച്ചു എന്ന ചരട് അണിയാൻ അദ്ദേഹം വിസമ്മതിച്ചു. പുരോഹിതൻ വീണ്ടും നിർബന്ധിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ വിശുദ്ധി നൽകുന്ന ഒരു ചരട് നൽകൂ എന്ന് അദ്ദേഹം ആ ചോദ്യം ഉന്നയിച്ച് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. തൻ്റെ ഒരേ ഒരു സഹോദരിയായ നാനാക്കിയോട് ഏറെ അടുപ്പം അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. നാനാക്കിൻ്റെ പ്രത്യേകതകളെ ഏറെ മനസ്സിലാക്കിയ വ്യക്തിത്വമായിരുന്നു നാനാക്കി. തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ ആധ്യാത്മിക വിഷയങ്ങളിലെ താല്പര്യം കൊണ്ടും എല്ലാവരെയും ഏറെ അത്ഭുതപ്പെടുത്തി. കൂടുതൽ സമ്പത്തുണ്ടാക്കാൻ പിതാവ് നാനാക്കിനെ അക്കൗണ്ടന്റ് ജോലിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ വീടില്ലാത്തവർക്കും വിശക്കുന്നവർക്കും തൻ്റെ കയ്യിലുള്ളത് പൂർണ്ണമായും നൽകുകയാണ് നാനാക്ക് ചെയ്തത്. In 1475, Nanaki got married to Jairam and moved to Sultanpur, and he too went to Sultanpur. At Sultanpur, he went to a nearby river every morning to bathe and meditate.
One day he went as usual into the river but did not return. After 3 days, when he appeared, he appeared as a very different person, filled with the Spirit of God. His first words were, I quote, "There is no Hindu, there is no Muslim," which astonished everyone. These words were the beginning of his teachings. He quit the job. He, along with his childhood friend Madana, they began travels and missionary work together. And thus he came to be known as Guru Nanak. He traveled far and wide, spreading the message of peace and compassion to mankind. 1475 നാനാക്കി ജയറാമിനെ വിവാഹം കഴിച്ച് സുൽത്താൻപൂരിലേക്ക് പോയി. കുറെ കഴിഞ്ഞ് നാനാക്കും അവിടേക്ക് പോയി. എല്ലാ ദിവസവും അതിരാവിലെ അവിടെ വെച്ച് അദ്ദേഹം നദിയിൽ ധ്യാനിക്കാൻ പോയിരുന്നു. ഒരു ദിവസം പതിവ് പോലെ നാനാക്ക് പോയി. പക്ഷേ തിരിച്ചെത്തുന്നത് 3 ദിവസങ്ങൾക്ക് ശേഷമാണ്. 3-ാം ദിവസം ഒരു വ്യത്യസ്തനായ വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹം മടങ്ങി വന്നത്. ജ്ഞാനത്താൽ നിറഞ്ഞ നാനാക്കിനെയാണ് ജനം കണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മുസ്ലിമുമില്ല, ഹിന്ദുവുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ തത്വങ്ങൾ. തൻ്റെ ജോലി ഉപേക്ഷിച്ച് തനിക്കുള്ളതെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് തൻ്റെ ബാല്യകാല സുഹൃത്തായ മർദാനയോടൊപ്പം യാത്രയും മിഷണറി പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഗുരു നാനാക്ക് എന്നറിയപ്പെട്ടു. His messages were spelled out in his hymns and teachings. He believed that the absolute, the Rabb or the God is shapeless, timeless, invisible and had no gender or form, Nirguna Bhakti. He proposed a simple way to connect to the divine by remembering or repeating the divine name, and these he expressed through hymns called Shabad in Punjabi. ഈ ഗ്രന്ഥം ആരംഭിക്കുന്നത് മൂലമന്ത്ര എന്ന അടിസ്ഥാന പ്രാർത്ഥനയോടെയാണ്. ഇതൊരു പ്രഖ്യാപനമാണ്. രാഗങ്ങൾക്കനുസരിച്ചാണ് കീർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിഖിയാരുടെ ആധ്യാത്മിക ബൗദ്ധിക തലവനായി അംഗീകരിക്കപ്പെടുന്ന ആദ്യത്തെ ഗുരു അർജുനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സമുദായം വളരുന്നുണ്ട്. അക്ബറിന് ശേഷം ജഹാംഗീർ അധികാരത്തിൽ വന്നു. സിഖുകാരെ അടിച്ചമർത്തുന്ന രീതി അദ്ദേഹം ആരംഭിച്ചു. അപവാദ പ്രചാരണം മൂലം ഗുരു അർജുനെ ജഹാംഗീർ രാജസദസ്സിൽ ഹാജരാക്കി 2 ലക്ഷം രൂപ പിഴ ചുമത്തി ആദ്യ ഗ്രന്ഥം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. ആവശ്യം നിരാകരിച്ചതോടെ ഗുരുവിനെ പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞു. By the 17th century, their faith was under threat. Remember, the first 5 teachers did not carry arms, but the following 5 gurus bore arms. They began to realize that they would be subject to further persecution by Mughal rulers, and they had to become more militaristic. The Sikh tradition says Guru Tech Bahadur was arrested by Mughal authorities for helping Kashmiri Brahmins against Mughal attempts to convert them to Islam. He was offered the choice, conversion or death. He preferred death and was beheaded by Aurangzeb. 17ാം നൂറ്റാണ്ട് സമുദായം ഭീഷണിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഓർക്കുക, ആദ്യത്തെ 5 ഗുരുക്കന്മാരും ആയുധം ധരിച്ചിരുന്നില്ല. പക്ഷേ പിന്നീട് വന്ന 5 ഗുരുക്കന്മാരും ആയുധം ധരിച്ചു. മുഗൾ ഭരണാധികാരികളുടെ പീഡനത്തെ മുന്നിൽ കണ്ട അവർ സമുദായം കൂടുതൽ സൈനിക സ്വഭാവം കൈവരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി ചിന്തിച്ചു. സിഖ് പാരമ്പര്യം പറയുന്നുണ്ട്, കാശ്മീരി ബ്രാഹ്മണരെ ഇസ്ലാം മതത്തിലേക്ക് മതം മാറ്റാനായിട്ട് മുഗൾ ഭരണകൂടം ശ്രമിച്ചപ്പോൾ അവരെ ഗുരു ടെച്ച് ബഹാദൂർ സഹായിച്ചു എന്ന ആരോപണം ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. മതപരിവർത്തനം അല്ലെങ്കിൽ മരണം, ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചപ്പോൾ അദ്ദേഹം മരണം തിരഞ്ഞെടുത്തു. ഔറംഗസീബ് അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചു കളയുകയാണ് ഉണ്ടായത്. According to Sikh tradition, in the 17th century, on a Vaishakhi day, all Sikhs were ordered to attend the festival. And the Guru remained concealed until the celebrations were at their height. Then he suddenly appeared from a tent carrying a drawn sword, demanding the head of one of his loyal followers. At once the crowd became silent, wondering what had happened. Guru, when repeated the command, Daya Singh volunteered and was taken behind a screen to be dispatched. Govind Singh then again reappeared, his sword dripping blood, and he demanded a second victim. He too was escorted behind the screen, and again the sound of the sword could be heard. In this manner, 5 loyal Sikhs agreed to die for their master. സിഖ് പാരമ്പര്യം അനുസരിച്ച് 17ാം നൂറ്റാണ്ടിൽ വൈശാഖി ദിവസം എല്ലാ സിഖുകാരും ഒരുമിച്ച് ഒരിടത്ത് വന്നു ചേരണമെന്ന് ആവശ്യപ്പെട്ടു. ആഘോഷങ്ങൾ അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നിടം വരെ ഗുരു ജനങ്ങളുടെ മുൻപിൽ വന്നില്ല. അതിനുശേഷം പെട്ടെന്ന് വലിച്ചൂരിയ വാളുമായി ജനങ്ങളുടെ മുന്നിലേക്ക് ഗുരു എത്തി. തനിക്ക് വേണ്ടി ജീവൻ കളയാൻ താല്പര്യമുള്ള ഒരു അനുയായി ആവശ്യപ്പെട്ടു. പെട്ടെന്ന് ആൾക്കൂട്ടം നിശബ്ദരായി. ഇനി എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് കാത്തുനിന്നു. വീണ്ടും ഗുരു തൻ്റെ ആവശ്യം ആവർത്തിക്കുകയാണ്. അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ദയാസിംഗ് സ്വയം സന്നദ്ധനായി ജീവൻ കളയാൻ സന്നദ്ധനായി മുന്നോട്ട് വന്നു.
അദ്ദേഹത്തെ സ്ക്രീനിന് പുറകിലേക്ക് കൊല്ലാനായി കൊണ്ടുപോയി. വീണ്ടും പ്രത്യക്ഷനായ ശേഷം ഗുരു ഗോവിന്ദ് സിംഗ് തൻ്റെ ആവശ്യം വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ വാളിൽ നിന്നും രക്തം ഇറ്റിറ്റ് വീഴുന്നുണ്ട്. വീണ്ടും രണ്ടാമതൊരു വിശ്വസ്ത അനുയായിയെ കൂടെ ആവശ്യപ്പെട്ടു. മറ്റൊരു വ്യക്തിയും സ്വയം സന്നദ്ധനായി എഴുന്നേറ്റു. അദ്ദേഹത്തെയും സ്ക്രീനിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി. വീണ്ടും വാളിൻ്റെ ശബ്ദം ഉയർന്ന് താഴ്ന്ന് ജനം കേട്ടു. ഇങ്ങനെ 5 പേരാണ് ഗുരുവിന് വേണ്ടി മരിക്കാൻ സ്വയം സന്നദ്ധരായി മുന്നോട്ട് വന്നത്. Chidi, let's begin the class by examining something that you're familiar with. This, of course, is a currency note of rupees 200. And if you take a look at the back side of the note, you can see the picture or the image printed on it. Does this seem familiar to you? Yes, some of you have guessed it right. For others who are not so sure, may please open your history course book, page number 97 for clarification. Yes, you sense it right. എൻ്റെ കയ്യിലെ ഈ 200 രൂപയുടെ കറൻസി നോട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ സാധിച്ചത്? സാഞ്ചി സ്തൂപ. Today we are going to deal with yet another topic, the Sanchi Stupa, and the religion associated with it. What is it? Buddhism, and also the popular religions of the time, which arose as a consequence of the reaction against Brahminical tradition. ഇന്ത്യ ചരിത്രത്തിലും സംസ്കാരത്തിലും സാഞ്ചി സ്തൂപത്തിനുള്ള പ്രാധാന്യം കണക്കിലെടുത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2017 200 രൂപയുടെ പുതിയ നോട്ടിൽ സാഞ്ചി സ്തൂപം ആലേഖനം ചെയ്തിരിക്കുന്നു. In the past and present, only very few or a handful of persons to whom the world felt the need to bestow or prefix the title the Great, Ashoka the Great. Many people by name Teresa, but the suffix mother bestowed on Mother Teresa by the world. And Ashoka holds a rare record of being a disciple who ensured a world-famed acclaim for his own master, the Buddha. ലോക ചരിത്രത്തിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ, ചുരുക്കം വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ മഹാൻ എന്ന പദവി ലോകം അംഗീകരിച്ച് നൽകിയിട്ടുള്ളൂ. മഹാനായ അശോക ചക്രവർത്തി. ടെറേസ എന്ന പേരിൽ അനേകം പേരുണ്ട്. പക്ഷേ മദർ ടെറേസ എന്ന് ലോകം അംഗീകരിക്കുന്നത് ഒരാളെ മാത്രം. തൻ്റെ ഗുരുവിനെ ലോകമെങ്ങും എത്തിച്ച ശിഷ്യൻ എന്നുള്ള പ്രത്യേകതയും ബഹുമതിയും അശോക ചക്രവർത്തിക്ക് സ്വന്തം. Interactions with other traditions like Brahminism and Jainism greatly contributed in the development and popularity of Buddhism. Many of these interactions are not seen recorded in text, but some of these interactions can be seen in the identification of sacred places. ധമത കേന്ദ്രമായ സാഞ്ചി 1989 യുനെസ്കോയുടെ പൈതൃക ഇടമായി തിരഞ്ഞെടുത്തു. മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്നും 46 കിലോമീറ്റർ അകലെ റെയ്സിൻ ഡിസ്ട്രിക്റ്റിൽ 91 മീറ്റർ ഉയരമുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. What do you know about the railway signboards? They were normally in English, Hindi and regional language. But Sanchi is the only railway station in India having a signboard written in Brahmi, Ashok and Brahmi script along with Hindi and English. The passengers travelling along the route in trains can avail the facility of a 2-minute halt on request at the railway station, courtesy of Indian Railways. Why were the stupas built? I would like to quote from Mahaparinibbana Sutta, which is a part of Sutta Pitaka. As the Buddha lay dying, his disciple Ananda asked him, Lord, what are we to do with the remains of Tathagata? Tathagata is a Pali or Sanskrit word which Buddha used it when referring to himself in Pali canon, and the term means one who has this gone, which is equal to the modern formal usage sir or master. Buddha replied, Ananda, hinder not yourself by honoring the remains of Tathagata. Be zealous, be intent on your own good. Meaning is not to waste time on insignificant aspects that when you have a lot of good things to do. നിങ്ങൾ സാഞ്ചി സ്തൂപത്തിൻ്റെ തെക്കേ കവാടം കണ്ടതിലൂടെ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളുടെ കഥയാണ് അതിൽ പറയുന്നത്. മല്ലന്മാരുടെ തലസ്ഥാനമായ കുശിനഗരത്തിലാണ് ബുദ്ധൻ മരിക്കുന്നത്. അവർ ആ അവശിഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിച്ചു. പിന്നീട് 8 രാജ്യങ്ങൾ അത് വീതിച്ചെടുത്തു. 2 നൂറ്റാണ്ടിന് ശേഷം അശോകൻ അത് 84,000 സ്ഥലത്ത് അടക്കം ചെയ്ത് സ്തൂപം നിർമ്മിക്കാൻ അശോകൻ നിർദ്ദേശം കൊടുത്തു. How were the stupas built? By donations. Donation details you can see in the visual in the stone railings surrounding the stupa. Donations were made by kings like Shatavahanas,
guilds of ivory workers, men, women, bhikkhus, bhikkhunis, that is the monks and nuns, and donations, I'll repeat, were made by kings, guilds, men, women, bhikkhus and bhikkhunis. The hemispherical shape of stupa derived from pre-Buddhist burial mounds in India. The tomb can be accessed by a double staircase, you can see in the visual. ഈ അർത്ഥവൃത്താകൃതിയുള്ള സ്തൂപം ബുദ്ധകാലത്തിന് മുൻപ് തന്നെയുള്ള ശവകുടീരങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിലേക്കെത്താൻ 2 സ്റ്റെയർകേസുകളുണ്ട്, നിങ്ങൾക്ക് സ്ലൈഡിൽ കണ്ടതുപോലെ. Above the anda, there is a balcony-like structure. It's called Hamika. Hamika represented the abode of the gods. Arising from Hamika was a mast called the Yasti. Yasti covered by an umbrella-like structure called Chatri. Chatri honor and shelter the relics. Around the mount was a railing, and the railing separate the sacred space from the secular world. അണ്ട എന്ന് പറയുന്ന ഈ ഘടനയുടെ മുകളിൽ ബാൽക്കണി പോലെയുള്ളത് ഹാർമിക, ഹാർമികയിൽ നിന്ന് ഉയരുന്ന കൊടിമരം യഷ്ടി, ഇതിന് മുകളിൽ കാണുന്ന കുട പോലെയുള്ളത് ഛാത്രി. മൺമേടിന് ചുറ്റും കൽവേലികളുണ്ട്. ഈ വേലികൾ സ്തൂപത്തിലെ വിശുദ്ധയിടത്തെയും പുറത്തെ ലൗകിക ഇടത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. വിദിശയിലെ ദന്തപ്പണിക്കാർ തങ്ങളുടെ സംഭാവന കല്ലുകളിൽ കൊത്തി. നല്ല ആഴത്തിലാണ് അവ കൊത്തിവെച്ചിരിക്കുന്ന ഈ ലിഖിതങ്ങൾ. ഇത് ശക്തിയേറിയ സൂര്യപ്രകാശം അടിക്കുമ്പോൾ ഈ അക്ഷരങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതായി തോന്നും. ബുദ്ധനെ ചിത്രീകരിച്ചിരിക്കുന്നത് അടയാളങ്ങളായിട്ടാണ്. ചക്രം, ഒഴിഞ്ഞ സിംഹാസനം, കാൽപാദങ്ങൾ, ജീവൻ തുടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് സാഞ്ചിയിലേത്. 1854 വാൾട്ടർ എലിയറ്റ് സാഞ്ചി സ്തൂപയുടെ ശിലാഫലകങ്ങൾ അവിടെ നിന്ന് ബംഗാൾ, മദ്രാസ്, ലണ്ടൻ എന്നിവിടങ്ങളിലേക്ക് കൊണ്ടുപോയി. അത് എലിയറ്റ് മാർബിൾസ് എന്ന് അറിയപ്പെടുന്നു. പടിഞ്ഞാറെ പ്രവേശന കവാടം കണ്ടെത്തിയതും അദ്ദേഹമാണ്. Every new officer continued to remove the sculptures on the ground that early officers had done the same. H.H. Cole, he made a different observation. It seems to me suicidal and indefensible policy to allow the country to be looted of original works of ancient art. He believed that museums should be satisfied with the plaster cast models. Cole did not succeed. He cannot convince authorities. He could not succeed. He was not a successful person in preserving Amaravati. The Maha Chaitya of Amaravati is now just an insignificant little mound, totally denuded of its former glory. Remains of the great stupa of Amaravati were now in British Museum. പിന്നീട് വന്ന ഓരോ ഉദ്യോഗസ്ഥനും ഫലകങ്ങൾ കടത്തിക്കൊണ്ടുപോയി. പക്ഷെ പുരാവസ്തു ശാസ്ത്രജ്ഞനായ H.H. കൗളിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, പുരാതന കലാസൃഷ്ടികൾ കൊള്ളയടിക്കുന്നത് ആത്മഹത്യാപരവും നീതിക്ക് നിരക്കാത്തതുമാണ്. മ്യൂസിയങ്ങളിലൊക്കെയും പ്ലാസ്റ്റർ ഓഫ് പാരീസ് മാതൃകകൾ മാത്രം പ്രദർശിപ്പിച്ചാൽ മതിയെന്ന് അദ്ദേഹം വാദിച്ചു. നമസ്കാരം. കൈറ്റ് പിക്ചേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും +1 റിവിഷൻ ലൈവിലേക്ക് സ്വാഗതം. +1 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി മാതൃകാ പരീക്ഷയ്ക്കും +1 വാർഷിക പരീക്ഷയ്ക്കും വരുന്ന ചോദ്യങ്ങളെ അധികരിച്ചുള്ള ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് നാം തിരഞ്ഞെടുത്ത വിഷയം ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുവാനായി പരിചയസമ്പന്നരായ അധ്യാപകർ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒന്ന് ശ്രീമതി നിഷ ആൻ ജേക്കബ്, ബിഷപ്പ് ഹോജസ് HSS മാവേലിക്കര. 2 ശ്രീ പ്രദീപ് GHSS കോട്ടണിൽ തിരുവനന്തപുരം. കൂടാതെ അവരെ സഹായിക്കുവാനായി അണിയറയിൽ SNDPY HSS നീരാവിൽ കൊല്ലം അവിടുത്തെ അധ്യാപകനായ ശ്രീ രാജാബിനുവുണ്ട്. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുവാനുള്ള നമ്പർ 1800-425-9877. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, 1800-425-9877. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഈ പരിപാടിയിൽ തങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും അധ്യാപകരോട് ചോദിക്കാവുന്നതാണ്. അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. നമുക്ക് പരിപാടി ആരംഭിക്കാം. എല്ലാ വിദ്യാർത്ഥികൾക്കും +1 റിവിഷൻ ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. +1 റിവിഷൻ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ കോട്ടൺ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. ചോദിച്ചോളൂ മോളെ. സർ, എന്റെ ചോദ്യം ഫസ്റ്റ് ചാപ്റ്ററിൽ ഫോക്കസ് സീരീസിൽ നിന്നുള്ള റീപ്ലേസ്മെന്റ് മോഡലും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാമോ സർ, ഇതിന്റെ ഡിഫറൻസും ഒക്കെ? ചോദ്യം വ്യക്തമാണല്ലോ സാർ? ചോദ്യം ക്ലിയർ. വിശദീകരിക്കും. അപ്പോൾ അത്
ഫോക്കസ് ഏരിയ ഉള്ള ഒരു ചോദ്യമാണ്. എന്താണ് വാട്ട് ഈസ് ദി ബേസിക് ഡിഫറൻസ്, അല്ലെങ്കിൽ ഈ മോഡേൺ ഹ്യൂമൻ ബീൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറീസ് ഉണ്ട്. ആ തിയറിയാണ് ഈ കുട്ടി ചോദിക്കുന്നത്. ആ 2 തിയറീസ്, മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീൻസിൻ്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറീസ് ഉണ്ട്. അതിലൊരു തിയറിയാണ് ഈ ചോദിച്ച റീപ്ലേസ്മെൻറ്റ് മോഡലും, മറ്റേത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലും. Replacement model is the other one. It is the single origin theory. It's the other one is multiple origin theory, and humans evolved in different parts of the world as it is a regional continuity model. മനുഷ്യൻ്റെ ശാരീരിക പ്രത്യേകതകളിലുള്ള വ്യത്യാസങ്ങൾ, dissimilarities due to regional differences and dissimilarities in people living in the same region, and fossils we found in different regions. But in the replacement model or the single origin theory, the people originated in a single region called Africa. And the genetic and the anatomical homogeneity of modern human beings support this view. And people look similar is due to the origin from a single region. And fossils found at Omo in Ethiopia. And physical differences due to adaptation. People adapt to the various environments. This is supported by Rebecca Cann, Leakey Couples, Donald Johanson, and this is the 2 theories. നമുക്കതിന് ഇപ്പോൾ ആ തരത്തിൽ ഇപ്പോൾ മനുഷ്യൻ്റെ ഉത്ഭവം ആഫ്രിക്ക എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം സിംഗിൾ ഒറിജിൻ എന്ന് പറയുമ്പോൾ ആഫ്രിക്കയാണ് മനുഷ്യൻ്റെ ഉൽപ്പത്തി. റീജിയണൽ കണ്ടിന്യൂറ്റിയിലേക്ക് പോകുന്ന സമയങ്ങളിൽ ആഫ്രിക്ക മാത്രമല്ല, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ പ്രദേശങ്ങളിലും മനുഷ്യൻ്റെ ഉൽപ്പത്തിയുണ്ട്. ഇതാണ് ഈ 2 തിയറി തമ്മിൽ പറയുന്നത്. ഉത്തരം വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കുന്നു. Remember the multiple origin and the single origin. A single place called Africa. This is the most important thing that you have to distinguish between the theories on the origin of human beings. ക്രോണോളജിക്കൽ ഓർഡറിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഒരു പാറ്റേൺ ഉണ്ടാവും. ഇല്ല ടീച്ചർ, അത് എങ്ങനെയാണെന്നുള്ളതായിരുന്നു? Where you have to identify അതിൻ്റെ course of events ഒന്ന് trace ചെയ്യണം, the year in which it is organized or the order in which it happened. That is a chronological order. In the chronological order you have to write in either in descending or ascending order. നമുക്കൊരു കോളിലേക്ക് പോകാൻ സമയം. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, നമസ്കാരം. +1 റിവിഷൻ ലൈവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്? ഹലോ സർ. ആരാ വിളിക്കുന്നത്? ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച്, ഷൈന ടി വിയുടെ വോളിയം ഒന്ന് കുറച്ച് വയ്ക്കുക, ഫോണിൽ ശ്രദ്ധിക്കുക. ഷൈന ചോദിച്ചോളൂ, ഷൈന ചോദ്യം ചോദിച്ചോളൂ. ഹ്യൂമനിസത്തെ കുറിച്ച് എക്സാമിന് ഹ്യൂമനിസത്തിന്റെയും റിയലിസത്തിനെ കുറിച്ച് എങ്ങനെയാണ്, ഏത് എസ്സേ ആയിട്ടാണോ അതോ ഏത് രീതിയിലാണ് ചോദിക്കുന്നത്? ചോദ്യം വ്യക്തമാണ്. ഈ നവോത്ഥാന കാലഘട്ടം, റിനൈസൻസ് കാലഘട്ടം എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ഈ ചോദ്യം ഉള്ളത്. ഹ്യൂമാനിസം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദിക്കാം, പ്രതീക്ഷിക്കാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം എന്നൊരു ചോദ്യം, എന്താണ് ഹ്യൂമാനിസം എന്നുള്ളത്. അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, പെട്രാക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തെ, ഹ്യൂമാനിസത്തിൻ്റെ വക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾ പെട്രാക്കാണ് എന്നുള്ളവർ ഓർക്കുക. നമ്മൾ ഈ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിൽ ആണ് ഈ ഒരു ഹ്യൂമാനിസത്തിൻ്റെ ഒരു ഫ്ലറിഷ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇല്ല ടീച്ചറെ? പ്രത്യേകിച്ച് പാദുവ, ബൊളാഗ്ന തുടങ്ങിയ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റീസിലാണ് ഈ ഹ്യൂമാനിസം ആദ്യമായിട്ട് നടപ്പിലാക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുവരെയും ഈ നവോത്ഥാന കാലഘട്ടം എന്ന് പറയുമ്പോൾ അതുവരെയും ഈ റിലിജ്യൻ ആൻഡ് എന്താ പറയുക, ഈ നിയമങ്ങൾ, ഈ 2 കാര്യങ്ങളായിരുന്നു നമ്മുടെ ആ ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്നത്. ആ സ്ഥാനത്താണ് ഈ പുതിയൊരു ആശയം കടന്നു വരുന്നത്. ഇറ്റ്സ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം, ഒരു വിദ്യാഭ്യാസ പരിപാടി തന്നെയായിരുന്നു. ഇറ്റ്സ് എ മെയിൻ ഫീച്ചർ ഓഫ് റിനൈസൻസ്. ഇറ്റാലിയൻ സിറ്റീസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ദേ പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ in spreading the message of humanism. And by the 15th century, the term humanist was used by masters who taught grammar, rhetoric, poetry, history, and modern philosophy. It's derived from the word humanitas. Yes. And it was first used by Cicero. As we all know, he used the term to mean culture. And one thing we have to remember, it's not drawn from or connected with religion. It stressed the skills and individual process through his discussion and debate. നമുക്ക് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അതായത് അതുവരെയും റിലിജിയന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, നിയമങ്ങൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിപ്പിച്ച യൂണിവേഴ്സിറ്റീസ് ഹ്യൂമാനിസം വന്നതോടുകൂടി എന്തുപറ്റി, മറ്റ് പല വിഷയങ്ങളും, ഹിസ്റ്ററി, പോയട്രി,
മറ്റ് സ്റ്റോറീസ് തുടങ്ങിയ മോറൽ ഫിലോസഫീസ് അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു എൻട്രിയിലേക്ക് വന്നു. അതാണ് ഹ്യൂമാനിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് ആവുകയാണെങ്കിൽ ആ ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലോണം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. Petrarch stressed antiquity was a distinctive civilization which could be best understood through the actual words of ancient Greek and Rome. And ഹ്യൂമാനിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ വിഷയം പോലും യഥാർത്ഥത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. Studying law in the context of Roman culture. And Sir has said, gone in detail, all the stress was given to the commerce was more important. Yes, commerce. Commercial laws. Law is the most important topic of study. And religion. ഓക്കെ, ഷാഹിന ഉത്തരം വ്യക്തമാണെന്ന് കരുതുന്നു. നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി.